വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ വർക്കിലാണ്ട്, അതാണ് ഇതൊക്കെ വെച്ചിട്ടിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, ബട്ടർഫ്ലൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ വരുന്ന നവംബറിലേടാ, ഇപ്പം നവംബർ 15-ാം തീയതി ഞാനൊരു എക്സിബിഷൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എക്സിബിഷനാണ്, ചിലപ്പോൾ ലാസ്റ്റ് എക്സിബിഷൻ ആവാം. പിന്നെ എക്സിബിഷൻ ചെയ്യണമെന്നും അങ്ങനെ വലിയ താല്പര്യ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും വലിയ ഐഡിയാസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മുമ്പ് കുറേ എക്സിബിഷൻ വന്നിട്ടുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ പുറത്തോട്ടാണ്, നമ്മൾ തൃശ്ശൂർ അങ്ങോട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ട്രാവൽ ചെയ്ത് വേറെ മാർഗ്ഗമൊന്നുമില്ല, ട്രെയിനിലൊക്കെ പോകണം, പിന്നെ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകണം, പിന്നെ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് മടിയൊന്നുമില്ല, അല്ലാതെ നമുക്ക് ഓർഡറൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ചെയ്യണോണ്ട് ഇത് ചെയ്യാൻ പറ്റൂല. അപ്പം അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ കൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് യൂട്യൂബ് വഴിയൊക്കെ നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എക്സിബിഷനിലോട്ട് തിരിയേണ്ടതെന്ന് വെച്ചു. ഇവിടെ സൗണ്ട് വെക്കല്ലേ, എക്സിബിഷനിലോട്ട് തിരിയേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോഴെന്താ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട് നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രം ഞാണ്ടൂർക്കോണം ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂളിൽ ടീച്ചറാണ് കേട്ടോ. എൻ്റെ കൂടെ +2 പഠിച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പം അവിടുത്തെ ടീച്ചറാണ്. അപ്പോൾ അവൾ എനിക്കിങ്ങനെ 2 ആഴ്ച മുമ്പാണ് അവിടെ മെസ്സേജ്, അവള് 2 ആഴ്ച ആയിക്കാണ് കേട്ടോ. 2 ആഴ്ച മുമ്പ് ഇങ്ങനെ മെസ്സേജ് ചോദിച്ചു, എടീ ഇന്നതുപോലെ സ്കൂളിൽ ഒരു സ്റ്റാൾ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ ഡീറ്റെയിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾ നോക്കിയിട്ട് പറഞ്ഞു, എടീ വേറെ നമുക്ക് സാധാരണ നമുക്ക് സ്റ്റോളിന് ഇപ്പം നമ്മളിവിടേക്ക് എവിടെ ആയാലും സ്റ്റോൾ ഇട്ടപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് സ്ഥലത്തിന് ഫണ്ട് കൊടുക്കണം നമ്മൾ. പക്ഷേ ഇത് സ്ഥലത്തിന് ഫണ്ട് കൊടുക്കാനും വേണ്ട സ്പേസ് അവർ നമുക്ക് തരും. നമ്മൾ സാധനം ഉണ്ടായിക്കൊണ്ട് വെച്ചിട്ട് സെയിൽ ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞത്. സൗണ്ട് വെക്കല്ലേ, ഞാൻ നിനക്ക് വേണ്ടി ജോലിയും ചെയ്യണം, സൗണ്ട് വെക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ വിളിക്കാൻ ഇറങ്ങാൻ ഞാനാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളെ ഞാണ്ടൂർക്കോണം എന്ന് പറയുമ്പോഴത്തേക്ക് പൗടിക്കോണം കഴിഞ്ഞു, ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ആണ്. അപ്പം സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള എന്താണ് വലിയ ടാസ്ക്. ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെയും കൂടി ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. ഈ പറയുന്ന പോലെ അവസാനം എത്തിയപ്പോഴാണ് ഓട്ടപ്പാച്ചിൽ തുടങ്ങിയത്. സത്യം പറഞ്ഞു ഒന്നും ആയിട്ടില്ല, ചില സാധനങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ പിലാക്കലും വീഡിയോ എടുക്കുന്നത് അല്ല, വീഡിയോ എടുക്കണതിന്റെ അന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യും കേട്ടോ. 13-ാം തീയതി വീഡിയോ എടുക്കുക, 15-ാം തീയതിയാണ് മറ്റന്നാളാണ് സ്റ്റോളിൽ നമുക്ക് ഇടേണ്ടത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഏതോ ഒരു വീഡിയോക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എക്സിബിഷൻ വല്ലതും കാണാം, അതാണ് ഇങ്ങനെ ചെയ്യണത്. അത് ഞാൻ ഏതൊരു ഷോർട്സിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ സാധനങ്ങൾ കാണിച്ചിട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാരെങ്കിലും കമന്റ് ഇട്ടതായിരിക്കാം, മേ ബി. നല്ല വെട്ടം വരുന്നുണ്ടല്ലേ, വെളുത്തിരിക്കുന്നു. വേണ്ട, നേരത്തെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് എന്തായാലും കാര്യങ്ങൾ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഫുള്ളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ എത്തിയിട്ടില്ല. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം. ഇൻ്റർനാഷണൽ സ്കൂളാണ്, പിന്നെ നമുക്ക് ഏത് പോകുമെന്നോ ഏത് പോവില്ല എന്നൊന്നും അറിയില്ല. പിന്നെ കുറേയൊക്കെ എന്തായാലും നമ്മൾ പിലാക്കലുവിൻ്റെ നോർമലി നമ്മൾ പേജിൽ സെയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ബാൻഡ് ആയിട്ടുണ്ട്, 50 പീസ്. സത്യം പറഞ്ഞാൽ പോവില്ലെന്നൊന്നും അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ മെറ്റീരിയൽ എടുക്കാൻ പോലും പൈസ ഇല്ല, കടം വാങ്ങിച്ചിട്ടാണ് മെറ്റീരിയൽ വരെ എടുക്കാനുള്ള ഫണ്ട് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. പോയില്ലെങ്കിൽ എൻ്റെ വിഷ്ണുവിന് കൊടുക്കാനുണ്ട് കേട്ടോ പൈസ. പോയില്ലെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. പിന്നെ ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പിലാക്കലൂനും അതുപോലെ തന്നെ നമ്മളെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മളെടുത്ത ഐറ്റംസ് ഉണ്ടല്ലോ, അതിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ടായത്. പിന്നെ ഇന്നൊരു മെറ്റീരിയൽ വരുന്നുണ്ട്, അതിന് ഇനി പേയ്മെൻറ്റ് ഇടണം. അപ്പം അങ്ങനെ കുറേ ഇതുണ്ട്. അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട് ഈ ഒരു എക്സിബിഷന്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെൻസ് ആണ്, നമ്മൾ അതിനനുസരിച്ച് മെറ്റീരിയൽ എടുക്കണം. പിന്നെ ഇതിപ്പോ നമ്മൾ കുറെ എടുത്തേട്ടാ, കുറെ ഐറ്റംസ് എടുത്ത്. നമ്മൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചില സാധനം ഒരൊറ്റ സാധനം തന്നെ നമ്മൾ ബൾക്കായിട്ട് ഒരു ഓണത്തിന് വേണ്ടത് പിലാക്കല് ബൾക്കായിട്ട് എടുക്കും, ജാസ്മിന് ബണ്ടിൽ കണക്ക് എടുക്കും. പിന്നെ നമ്മളെ പോളൻ, ബ്ലാക്ക് ബോ, അതൊക്കെ അലിഗേറ്റർ ക്ലിപ്പ് അങ്ങനെയൊക്കെ. അത് ഞാൻ ഇടയ്ക്ക് ഷോർട്സിൽ കാണിച്ചു. നമ്മൾ അലിഗേറ്റർ ക്ലിപ്പൊക്കെ ഫുള്ളായിട്ട് ഒരു വലിയ പാക്കറ്റിൽ നിന്നാണ് എടുത്തത്, ഒരു വലിയ പാക്കറ്റായിട്ട് തന്നെയാണ് എടുത്തത്. പിന്നെ ഈ ബ്ലാക്ക് ബോ ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് ബോയൊക്കെ നമ്മൾ 7-8
ഇങ്ങനെ ബണ്ടിൽ പോലത്തെ എടുത്തത്. അതെനിക്ക് അല്ലാത്ത ഓർഡറും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എടുത്തതാണ്. പിന്നെ അലിഗേറ്ററിൻ്റെ ദേ പിലാക്കലുവിൻ്റെ ക്ലിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ പോകുന്നു അറിഞ്ഞൂടാ. 10 രൂപ ഞാൻ വിൽക്കും. 10 രൂപ? നിനക്ക് ഈ മെറ്റീരിയലിന് 10 രൂപ കിട്ടിയാ? അപ്പോൾ ദേ പിലാക്കലുവിൻ്റെ ഇതുണ്ട്, പിന്നെ അതിൻ്റെ ബോയ് ഉണ്ട്, ബാൻഡ് ഉണ്ട്, പിന്നെ ജാസ്മിൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഒരു 15 പീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിലാക്കലും അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഒരു ഇഷ്ടമുള്ള ഒരു 10-50 പീസ് ചെയ്യാൻ പറയാം. 50 പീസ് ചെയ്യാനുള്ള ഇത് കൂടുതൽ ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട്. എന്നാലും 50 ഞാൻ ചെയ്യുന്നില്ല. ചിലപ്പോൾ 50 ചെയ്യുമായിരിക്കും ഇന്ന് സമയം ഉണ്ടെങ്കിൽ. ദേ ജാസ്മിനും ഗോൾഡൻ പോളനും കൂടെ വെച്ച് ഇത് പോകുന്ന അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് പീസേ ചെയ്യുന്നുള്ളൂ. പിന്നെ ചെറിയ ചെറിയ പീസ് അല്ല ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചാലായിരിക്കും നമുക്ക് കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാവണത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനെന്ത് ചെറിയ ചെറിയ സാധനം ഉണ്ടാക്കാനാണല്ലേ. നമ്മൾ മറ്റേ ജാസ്മിൻ്റെ ക്ലിപ്പൊക്കെ ചെയ്യടത്തി എടുത്തിട്ടോളാം. ചെയ്ത സാധനങ്ങളെ കാണിച്ചു തരാം. ദേവൂട്ടീനെ വിളിക്കാൻ സമയമായി. അതുകൊണ്ട് ദേ വിഷ്ണു ഞാൻ ചെയ്ത സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് ദേവൂട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവേണ്ടായി. ഇത് ഞാൻ ചെയ്യാനെടുത്ത് വെച്ചൊന്ന് അരികേറ്റ ക്ലിപ്പാണ്. അവ അതും കൂടെ എടുത്തുകൊണ്ട് വന്നു അതിൻ്റെ മണ്ടയിരിക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശമൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഇനിയും ക്വാണ്ടിറ്റി വേണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ എക്സിബിഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പോയി കണ്ട് നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ സിംഗിൾ ലെയറിൻ്റെ ജാസ്മിൻ ക്ലിപ്സും അതുപോലെ തന്നെ ഡബിൾ ലെയറിൻ്റെ ജാസ്മിൻ ക്ലിപ്സൊക്കെ അത് ഇത്രയൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു 40-45 അത്രയൊക്കെ പീസ് ഉണ്ട്. അപ്പോൾ ഇനിയും വേണോ എന്നുള്ളത് സത്യം പറയാൻ എനിക്കറിയില്ല. ലാസ്റ്റ് നിമിഷത്തിൽ ഒരുപക്ഷെ എനിക്ക് ഇനിയും ചെയ്യണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ, ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നാളെ ഇരുന്നിട്ട് കുറച്ചും കൂടെ ചെയ്യോട്ടെ. കാരണം നാളെ എൻ്റെ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ ആൾക്ക് നൈറ്റ് ഷിഫ്റ്റാണ്, അപ്പം ഡേ ടൈം ഉണ്ടല്ലോ, അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് നമുക്ക് ഒരുമിച്ചിട്ട് ചെയ്യാം. ജസ്റ്റ് ബീറ്റ്സൊക്കെ ഒരുത്ത് വരുവാണെങ്കിൽ എനിക്കിന്ന് ബാക്കിയൊക്കെ ഒന്ന് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ജസ്റ്റ് ഒരു പരീക്ഷണം പോലെയാണ് കേട്ടോ. ഇത്രയും മെറ്റീരിയൽസ് എടുത്തതും ചെയ്തതും എല്ലാം ഒരു പരീക്ഷണം പോലെ തന്നെയാണ്. സെയിലായാലും ഇല്ലെങ്കിലും എന്തായാലും ഞാൻ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അരളിപ്പൂവിൻ്റെ ക്ലിപ്സാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് കുറേ ഉണ്ട്. വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചും ഉണ്ട്, പിങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ള് അല്ലാണ്ട് സെയിലായി പോയിട്ടാണ്. പിന്നെ ഞാൻ വൈറ്റും ഉണ്ടായിരുന്ന ഓറഞ്ച് വെച്ചിട്ട് ഫുൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയാണ് അരളിപ്പൂ ഉള്ളത്. പിന്നെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേറെ ബോയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ സാന്റാ ഫേസും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീൻ്റെ ക്ലിപ്സാണ്. അതിൻ്റെ ബോയും ബാൻഡും ഉണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് ക്രിസ്റ്റൽ ഉണ്ടാക്കിയ ബോയാണ്. ഇത് വൈറ്റും റെഡും കോമ്പോയിൽ വരുന്നത്. അതൊരു ക്രിസ്മസ് സ്പെഷ്യൽ പോലെ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. കുറച്ച് അതൊരു 10-15 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ചെയ്യാനുണ്ട്. പിന്നെ ദേ ഇത് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുണ്ടാക്കിയ ബോയ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ബോയൊക്കെ ചെയ്യണത്. ഞാനങ്ങനെ ഇതോട്ട് പേജിൽ പോലും, നിങ്ങളുടെ പേജ് കാണുമ്പോഴറിയാതെ ഞാൻ ഇതോട്ട് അങ്ങനെ ഗ്ലിറ്റർ ട്യൂബിൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പിന്നെ ദേ നമ്മുടെ മെയിൻ സാധനം ക്രിസ്മസ് സ്പെഷ്യൽ സ്പെക്സും അതുപോലെ തന്നെ ബോയും. ഇത് അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് 1076 പീസാണ് സെയിലായി പോയത്. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മളൊരു സ്കൂളിൽ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണെന്നുള്ള അറിയില്ല. എന്താണ് റിസൾട്ട് ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ പറയും കേട്ടോ. പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ബോയാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഉള്ളതാണ്. ഞാൻ നേരത്തെ നമ്മുടെ ഗ്ലാസും ബോയും പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഉള്ളതാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു പശയൊക്കെ ഇളകിയിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അതെന്തായാലും ഫുള്ള് നിവർത്തിയിട്ട് പശയൊക്കെ നന്നായിട്ട് ഒട്ടിക്കും. നമ്മുടെ ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കും. എന്നിട്ട് മാത്രമേ സെയിലിൽ ഞാൻ വെക്കത്തുള്ളൂ. ഏകദേശം ഇതൊരു 50 പീസോളം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇന്ന് വന്ന മെറ്റീരിയൽസ് ആണ്. ഈ ഒരു ഐറ്റത്തിൽ എന്തായാലും എനിക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോയാലും പോയില്ലെങ്കിലും എന്തായാലും ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. ആദ്യം പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇതിൻ്റെ ആദ്യത്തെയും അവസാനത്തെ എക്സിബിഷൻ ആയിരിക്കാം. അപ്പോൾ എന്താണെന്ന് അറിയില്ല. നമ്മളിതോട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ABCD പോലും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബാക്കി ജോലിയിലേക്ക് കിടക്കുവാണ് കേട്ടോ. ജാസ്മിനും ഗോൾഡൻ പോളനും കൂടെ ആ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഗ്ലൂ ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് പേപ്പർ വെച്ച് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ അത്രയും ജോലിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ടിയാരയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറേ കിടപ്പുണ്ട്. പിന്നെ മുല്ലമാലയൊന്നും ചെയ്തില്ല. പിന്നെ ക്രിസ്മസ് വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ മുല്ലമാലയ്ക്കൊന്നും വലിയ സെയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പണിയായത് എടുത്ത് അപ്പോഴാണ് എനിക്ക് മെസ്സേജ് വന്നത് വാട്സപ്പിൽ. പിന്നെ വാട്സപ്പിലെ മെസ്സേജ് നോക്കി ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറി. അങ്ങനെ കുറച്ച് നേരം റിപ്ലൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നു കേട്ടോ.
പരിപാടി കഴിഞ്ഞു. ഇതാണ് പരിപാടി കഴിയില്ല. വിക്രു ചെമ്മഞ്ഞി ബിക്കാസണ്ണന്റെ മോൻ. നീ എന്തൊരു വിചാരിച്ചു ഞാൻ ഇവിടെ? ഓഹോ, ഇവിടെ പിന്നെ പലരും ചോദിക്കുന്നുണ്ട് അമ്മയെ കണ്ടില്ലെന്നൊക്കെ പറയുന്നതാണ്ട്. അമ്മ തായിരിക്കുന്നു. ഇതല്ല, അത് അമ്മയുണ്ട്. വിച്ചു ഇപ്പൊ ഇവിടെ അല്ല കേട്ടോ, അതുകൊണ്ടാണ് വിച്ചുവിനെ ബ്ലോഗിൽ കാണാത്തത്. വിച്ചു അമ്മാമേരെ അവിടെയാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ബ്ലോഗിൽ വിച്ചുവിനെ കാണാത്തത്. ഇന്ന് വീണ്ടും തിരിച്ചു വാങ്ങിച്ചോണ്ട് പോയി. തിരിച്ചു വാങ്ങിച്ചു കൊടുത്തു നോക്കളെ. അത് ആർക്കായിരുന്നു എടുത്തു വെച്ചത്? നീ പീപ്പിന്റെ വാവയ്ക്കാ? പക്ഷെ അളവ് തന്നില്ല അവൻ. അവക്ക് അളവറിയാം. എന്റെ 16,000 രൂപ ഇങ്ങോട്ട് അവള് തള്ളണ്ടി അകത്തെടുത്താന്ന് തോന്നുന്നുണ്ട്. എന്ന് തരും എന്ന് തരും അതെനിക്കറിയണം. നീയാണ് എനിക്ക് തരാന്ന് പറഞ്ഞത്, അമ്മയല്ല തരാന്ന് പറഞ്ഞത്. ഓ പീപ്പിന്റെ വാവയ്ക്ക് കൊലിച്ചു വേണോന്ന് എന്റെ അടുത്ത് പറഞ്ഞു. കൊച്ചിനെ പോലീസ് പൈസ ഒന്നും തരൂല, പൈസ ഒന്നും വേണ്ട, ഇവിടെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. പറഞ്ഞാ നീ പറഞ്ഞായില്ലേ? നീ തന്നാ എത്ര ദിവസമായി? നമ്മള് കൊടുക്കാന്ന് പറഞ്ഞെങ്കിൽ നമ്മള് കൊടുത്ത് പീപ്പിന്റെ വാവയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത്. ഇനി നീ വേണം ഉണ്ടാക്കി കൊടുക്കാൻ. നീയാണ് പറഞ്ഞ ഉണ്ടാക്കി കൊടുക്കാന്ന് കൊലിസ്. ഇവിടെ ആരും പറയില്ല, നമ്മളാരും പറയില്ല കൊലിസ് ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ അറിഞ്ഞു പോലും ഇല്ല. എനിക്ക് നീ എല്ലാം തരാന്ന് പറഞ്ഞു. പീപ്പി നിനക്ക് വേണമെങ്കിൽ ഷവർമ്മ കഴിക്കാടാ, നല്ല ചൂട് ഷവർമ്മ. അതൊക്കെയാണ് കാര്യങ്ങൾ. കുറേ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇപ്പൊ ലൈവില്. അയ്യോ, അതിപ്പോ പീപ്പി ഇപ്പം വരും. വിക്രൂടെ കൊറേ മുത്തു വരക്കാണ്ട് വരുമല്ലോ. ഫ്രണ്ട് വന്നു കേട്ടോ വീട്ടിലോട്ട്. അപ്പോഴത്തേക്ക് അവൻ വട വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് കട്ടനിട്ട് കുടിച്ചിട്ട് ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോത്തങ്കോട് പോകുമ്പോൾ വേണ്ട. കാരണം അമ്മേനെ കൊണ്ട് കുറച്ച് മുല്ലമാല ചെയ്യിക്കാം, പിന്നെ ചേച്ചീനെ കൊണ്ട് കുറച്ച് ബീഡ്സും കൊരിപ്പിക്കാം. അപ്പം എനിക്ക് കുറച്ച് വർക്ക് ഈസി ആയിരിക്കുമല്ലോ, അല്ലാതെ എല്ലാം കൂടെ എന്നെ കൊണ്ട് നടക്കും തോന്നുന്നില്ല. അതുകൊണ്ടാണ് വിഷ്ണു എപ്പോൾ അങ്ങോട്ട് കൊണ്ടാക്കിയത്. ചിലപ്പോൾ വിഷ്ണു പാലക്കന്മാരെയൊക്കെ ഉണ്ടാക്കുന്ന വിഷ്ണുവാണ് കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഹെയർ ആക്സസറീസും അതുപോലെ തന്നെ ജ്വല്ലറീസും ആണ്. അപ്പോൾ ജ്വല്ലറീസ് എനിക്ക് ബ്രേസ്ലെറ്റ് കൊലുസൊക്കെ ചെയ്യണം. ഒന്നും ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം മറ്റേ കൊലുസൊക്കെ ഉണ്ടാക്കാൻ ടങ്കീസ് ഓൾമോസ്റ്റ് തീരാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് വാങ്ങിക്കുന്നത് നമ്മൾ പെരുമാതിര ഉണ്ടല്ലോ, അവിടെ പോയിട്ടാണ് വാങ്ങിക്കുന്നത്. മുമ്പ് നമ്മൾ എപ്പോഴും ഷോർട്സ് എന്താ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ പോയിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഈ ലാസ്റ്റ് നിമിഷം ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്ലക്സ് ചെയ്യിപ്പിച്ചില്ല. അപ്പം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞാൽ ഒരു മണിക്കൂർ 2 മണിക്കൂറിനകത്ത് ചെയ്ത് കിട്ടും. അതുകൊണ്ട് ഫ്ലക്സ് നാളെ തന്നെ, വ്യാഴാഴ്ച നാളെ തന്നെ ചെയ്യിക്കാമെന്ന് വെച്ചു. മറ്റന്നാളത്തേക്കല്ലേ, അപ്പം നാളെ തന്നെ കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം നാളെ തന്നെ ചെയ്യിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ സമയമില്ല. അപ്പം കട്ടൻ കുടിച്ചിട്ടൊന്ന് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് അവരെയും കൂടെ കൊണ്ട് ചെയ്യിക്കാം. അപ്പം ഞാൻ അതിൻ്റെയും കൂടി ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. പ്ലാൻ ഫുള്ള് നമ്മൾ ചേഞ്ച് ആക്കി കേട്ടോ. വീട്ടിൽ പോയിട്ട് അവർക്ക് കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചിരുന്ന ആ ഒരു പ്ലാൻ മാറ്റി. കാരണം ദേ 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്, അഖിലും ഉണ്ട് പീപ്പിയും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ദേ നമുക്ക് ബീച്ചൊക്കെ കൊടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ അങ്ങ് പോകണ്ടെന്ന്. എന്തായാലും നാളെ ചേച്ചി വരുമല്ലോ, അപ്പോൾ എന്തായാലും അവൾ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇരുന്നിട്ട് ബാക്കിയൊക്കെ ചെയ്യിക്കുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവരെ കൊണ്ട് ബീഡ്സ് ഒന്ന് കോർത്ത് കിട്ടിയാൽ ഞാൻ പിന്നെ സ്വന്തമായിട്ട് അങ്ങ് രാത്രി എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്നിട്ട് എനിക്കങ്ങ് കെട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ദേവൂട്ടി ദേ കണ്ടല്ലോ, ദേ എൻ്റെ ഹെൽപ്പർ ദേ ഇവിടെ വന്നിട്ട് പിലാക്കലുവിൻ്റെ മുടിയൊക്കെ ചീകി ഒതുക്കി വെക്കുന്നുണ്ട്. ഇനി അതെനിക്ക് സോർട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും കൂടെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ആ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങ് പോകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ.
വീഡിയോ ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനിരിക്കുന്നില്ല കേട്ടോ, കാരണം നല്ല പണിയുണ്ട്. അവർ കൊരുത്ത് വെച്ചിരിക്കുന്ന ബീഡ്സ് ഫുള്ള് എനിക്കിനി ടിയാര മാതിരി ആക്കണം. ടിയാര ബോയാണ്, ടിയാരയും അല്ല കേട്ടോ ചെയ്യുന്നത്, ടിയാര ബോയാണ് ചെയ്യുന്നത്. അത് ഫുള്ള് ബീഡ്സ് കെട്ടണം, അതിൽ ഫ്ലവർ വെക്കണം, അത് കട്ട് ചെയ്യണം, ബോയിൽ അറ്റാച്ച് ചെയ്യണം, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ ഒരു ബിസിനസ്സിൽ എൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. എന്താണെന്നറിയില്ല, എന്തായാലും ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഹെൽപ്പിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.